KPCCക്ക് പുതിയ നേതൃത്വം വന്നു. പിണറായി വിജയനോട് നേരിട്ട് ഏറ്റുമുട്ടിയ ചരിത്രം പറഞ്ഞാണ് സാക്ഷാൽ കെ സുധാകരൻ നേരത്തെ ഇന്ദിരാഭവനിൽ എത്തിയത്. ഇപ്പോഴിതാ അദ്ദേഹം പടിയിറങ്ങി. പകരമെത്തിയതാകട്ടെ മൃദുഭാഷിയും സൗമ്യനുമായ രാഷ്ട്രീയക്കാരൻ സണ്ണി ജോസഫ്. ഏറെക്കാലമായി മൂകത തളം കെട്ടി നിന്ന ഇന്ദിരാഭവനിൽ ആഘോഷത്തിൻ്റെ അന്തരീക്ഷമായിരുന്നു ഇന്ന്. മാന്യനും പക്വമതിയുമായ രാഷ്ട്രീയക്കാരനുമായ സണ്ണി ജോസഫിനൊപ്പം UDF കൺവീനറായി സാക്ഷാൽ അടൂർ പ്രകാശും എത്തി. ലക്ഷ്യം 2026 100 സീറ്റ് നേടി UDF അധികാരത്തിലെത്തുക എന്നതുമാത്രം. പടിയിറങ്ങിയ പ്രസിഡന്റ് ആദ്യം തൻ്റെ നേട്ടങ്ങൾ വിശദീകരിച്ചു. താൻ പാർട്ടിയെ ജനകീയമാക്കി. പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞതൊന്നും ഒരു പ്രശ്നമല്ല. തൻ്റെ കാലയളവിലെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് കെ സുധാകരൻ നയം വ്യക്തമാക്കുകയായിരുന്നു. 2021 KPCC അധ്യക്ഷനായി എത്തിയത് മുതൽ ഇന്ന് ആ ചുമതല ഒഴിയുന്നതുവരെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താനും സമരോത്മുഖമായ സമരമാർഗത്തിലൂടെ കൂടുതൽ ജനകീയമാക്കാനും എനിക്ക് കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനെനിക്ക് നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് കടപ്പാടുണ്ട്. നിങ്ങളുടെ പിന്തുണയും എനിക്കുണ്ടായിരുന്നു എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. ഞാൻ അധ്യക്ഷനായിരുന്ന കാലയളവിൽ നിയമസഭാ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന എല്ലാ തിരഞ്ഞെടുപ്പിലും മികച്ച വിജയം നേടാൻ നമുക്ക് സാധിച്ചിരുന്നു. നിങ്ങൾ അധ്വാനിച്ചു കഷ്ടപ്പെട്ട് വിയർപ്പൊഴുക്കി ജനങ്ങളുടെ മുമ്പിൽ കൈകൂപ്പി വോട്ട് വാങ്ങി ആ നിലയിലേക്ക് കോൺഗ്രസിനെ എത്തിക്കാൻ നിങ്ങൾക്ക് സാധിച്ചു. അതിന് നിങ്ങളോടൊപ്പം നിൽക്കാൻ എനിക്ക് സാധിച്ചു എന്നത് എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ചാരിതാർത്ഥ്യത്തിൻ്റെ കാലഘട്ടമാണ് എന്ന് പറയാതിരിക്കാൻ എനിക്ക് നിർവാഹമില്ല. ഏറെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയുമാണ് വേദിയിൽ നിൽക്കുന്നത് എന്ന് പറഞ്ഞായിരുന്നു തുടക്കം. തെരഞ്ഞെടുപ്പുകളിൽ തിളക്കമാർന്ന വിജയം നേടാൻ സാധിച്ചു. ഭൂരിപക്ഷ കണക്കുകളിലും കോൺഗ്രസിന് തൻ്റെ കാലയളവിൽ മികച്ച നേട്ടങ്ങളുണ്ടായെന്നും കെ സുധാകരൻ പറഞ്ഞു. താൻ പാർട്ടിയെ ജനകീയമാക്കിയെന്നും കെ സുധാകരൻ. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കോളേജുകൾ KSU തിരിച്ചുപിടിച്ചുവെന്നും കെ സുധാകരൻ പറഞ്ഞു. അവർക്ക് പിന്നിൽ KPCCയും ഉണ്ടായിരുന്നു. കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റി തനിക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അത് തൻ്റെ പിൻഗാമിയിലൂടെ സാധ്യമാക്കണം. അതിനുശേഷമായിരുന്നു KC വേണുഗോപാൽ പ്രസംഗിക്കാനെത്തിയത്. സൗമ്യനും മൃദുസമീപനക്കാരനുമായ സണ്ണി ജോസഫ് ആശയങ്ങളിലും നിലപാടുകളിലും അടിയുറച്ചു നിൽക്കുന്ന ധീരനായ പോരാളിയാണെന്ന് KC വേണുഗോപാൽ പറഞ്ഞു. കോൺഗ്രസിന് ഇനി സണ്ണി ഡേയ്സ് ആണെന്നും KC കൂട്ടിച്ചേർത്തു. KCയുടെ സണ്ണി ഡേയ്സ് ടാഗ്ലൈൻ കോൺഗ്രസ് സൈബർ സ്പേസുകൾ ഇതിനോടകം ഏറ്റെടുത്തു കഴിഞ്ഞു. KPCC അധ്യക്ഷനായി സണ്ണി ജോസഫ് ചുമതലയേറ്റ ചടങ്ങിൽ ഉയർന്നത് എല്ലാവരും ഒറ്റക്കെട്ടെന്ന പതിവ് പല്ലവി. ഈ പ്രസ്താവനയെ ട്രോളിയ മുൻ KPCC അധ്യക്ഷൻ K മുരളീധരൻ്റെ പ്രസംഗമാണ് വേദിയെ വീണ്ടും ചടുലമാക്കിയത്. ചിലതെല്ലാം തുറന്നു പറഞ്ഞ മുരളീധരൻ MP പദവി പോയതിലെ പ്രശ്നങ്ങളും സരസമായി വിശദീകരിച്ചു. KPCC ഓഫീസിലെ മുൻ പ്രസിഡന്റുമാരുടെ ഫോട്ടോകൾ നോക്കുമ്പോൾ വേദന വരുന്ന കഥയാണ് സ്ഥാനമൊഴിഞ്ഞ വർക്കിംഗ് പ്രസിഡന്റ് കൊടിക്കുന്നിൽ സുരേഷിനുള്ളത്. ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രം KPCC അധ്യക്ഷ പദവി കിട്ടാത്തതിനെ ചർച്ചയാക്കുകയായിരുന്നു കൊടിക്കുന്നിൽ. പിന്നാക്ക സമുദായത്തിൽ നിന്ന് ഒരാളെ പ്രസിഡന്റാക്കാൻ AICC സംഘടനാ ജനറൽ സെക്രട്ടറി ഇടപെടൽ നടത്തണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ കൊടിക്കുന്നിലിന് നഷ്ടമൊന്നുമില്ലെന്നും MP എന്ന് പറഞ്ഞാൽ അതൊരു വലിയ പോസ്റ്റാണെന്നുമായിരുന്നു K മുരളീധരൻ്റെ മറുപടി. കേന്ദ്ര സർക്കാർ ചെലവിൽ MP ആയ കൊടിക്കുന്നിലിന് ഡൽഹിയിലേക്ക് പറക്കാം. പക്ഷേ തനിക്കൊന്ന് പാർട്ടി മീറ്റിങ്ങിന് ഡൽഹിക്ക് പോകണമെങ്കിൽ പോലും പെൻഷൻ കാശ് എടുക്കണമെന്നായിരുന്നു മുരളീധരൻ്റെ മറുപടി. പുതിയ നേതൃത്വത്തോടൊപ്പം പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഒരു തർക്കവുമില്ലാതെ ഒറ്റ ലക്ഷ്യത്തോടെ ഒരുമിച്ച് നീങ്ങുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും വ്യക്തമാക്കി. 100-ലധികം സീറ്റുകളോടെ UDF അടുത്ത തെരഞ്ഞെടുപ്പിൽ തിരിച്ചുവരുമെന്ന് ഉറപ്പു നൽകുന്നതായും ഇത് വാക്കാണെന്നും സതീശൻ പരിപാടിയിൽ പറഞ്ഞു. മുൻ KPCC പ്രസിഡന്റും മുൻ പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തലയ്ക്കും സണ്ണി ജോസഫിൻ്റെ പ്രവർത്തന രീതിയോട് തികഞ്ഞ അഭിപ്രായം. മുൻകാലങ്ങളിൽ ഒപ്പം ചേർന്ന് പ്രവർത്തിച്ച സാഹചര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രസംഗം. സ്ഥാനമൊഴിഞ്ഞ തന്നെ ഇനി ആരും കൺവീനർ എന്ന് വിളിക്കരുതെന്ന ഓർമ്മപ്പെടുത്താനാണ് മുൻ കൺവീനർ MM ഹസൻ വേദിയെ ഉപയോഗിച്ചത്. വർക്കിംഗ് പ്രസിഡന്റുമാരായി PC വിഷ്ണുനാഥും AP അനിൽകുമാറും ഷാഫി പറമ്പിലും ഭാരവാഹിത്വം ഏറ്റെടുത്തു. 2026 കേരളത്തിലെ മുഴുവൻ ജനങ്ങളും കാത്തിരിക്കുന്ന വിജയം കോൺഗ്രസ് നേടുമെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു. 2022 അർജന്റീനയുടെ ലോകകപ്പ് വിജയം പോലെ 2026 UDFൻ്റെ വിജയം കാത്തിരിക്കുകയാണ് ജനമെന്നും ആവർത്തിക്കാൻ പോകുന്നത് 2021 അല്ല 2001 ആണെന്നും ഷാഫി പറഞ്ഞത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ആവേശമായി. വ്യക്തിപരമായി കിട്ടുന്ന അവസരമായല്ല ഇതിനെ കാണുന്നതെന്നും പാർട്ടിയെ തിരികെ കൊണ്ടുവരാനാണ് നോക്കുന്നതെന്നും ഷാഫി കൂട്ടിച്ചേർത്തു. ആ ഉത്തരവാദിത്തമാണ് പാർട്ടി ഏൽപ്പിച്ചത്. പിണറായി വിജയനെതിരായ പോരാട്ടത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന് കെ സുധാകരൻ പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ഷാഫി പറമ്പിൽ പറയുന്നു. അതേസമയം കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള റിലേയാണ് ഇനിയെന്നും ഷാഫി പറമ്പിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ചുരുക്കത്തിൽ നേതൃമാറ്റത്തിൻ്റെ ആവേശത്തിലാണ് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയം.
മത്സരിച്ച തെരഞ്ഞെടുപ്പുകളിൽ ഒന്നും തന്നെ പരാജയപ്പെട്ടിട്ടില്ലാത്ത അടൂർ പ്രകാശിൻ്റെ UDF കൺവീനർ സ്ഥാനവും സണ്ണി ജോസഫിൻ്റെ രാഷ്ട്രീയ നയതന്ത്രജ്ഞതയും കോൺഗ്രസിന് മുതൽക്കൂട്ടാകുമെന്നാണ് പ്രവർത്തകരും നേതാക്കളും കരുതുന്നത്. നമ്മുടെ മുന്നണിയെയും പാർട്ടിയെയും വിജയിപ്പിച്ചു കൊണ്ടുവരാൻ സാധിക്കും. 2001 തെന്നല ബാലകൃഷ്ണപിള്ള സാറാണ് ആ ദൗത്യം ഏറ്റെടുത്തത് എങ്കിൽ ഇപ്പോൾ ആ ദൗത്യം ഞങ്ങളെ ഏൽപ്പിച്ച നേതൃത്വത്തിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒറ്റയ്ക്കല്ല, വി വിൽ ഫൈറ്റ് ടുഗദർ. ഒപ്പം കേരളത്തിന്റെ യുവജനതയെ ആകെ നയിക്കാൻ കഴിയുന്ന നേതാക്കളായി PC വിഷ്ണുനാഥും ഷാഫി പറമ്പിലും എത്തുന്നതും പ്രവർത്തകർക്ക് ആവേശം കൂട്ടുന്നുണ്ട്. 2026 കോൺഗ്രസ് മടങ്ങിവരുമെന്ന പ്രതീക്ഷയോടെയാണ് നേതൃമാറ്റ ചടങ്ങിന്റെ ഈ ദിനം പൂർത്തിയാകുന്നത്.